ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. തെറ്റുകാരെ സംരക്ഷിക്കുക എന്നത് CPIM-ന്റെ നിലപാടല്ലെന്ന് കെ. രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അമ്മയുടെ കൂട്ടരാജിയിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. അമ്മയുടെ കാര്യങ്ങൾ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ പ്രഗത്ഭരായ കലാകാരികളെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരള സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. പാർട്ടിയും LDF ഗവൺമെൻറ്റും ഇത്തരം കാര്യത്തിൽ പ്രതിരോധത്തിലാവില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും എന്ന് പറഞ്ഞല്ലോ, ലോകത്തൊരു സ്ഥലത്തും ഇത്രയും ശക്തമായ നിലപാടെടുത്തിട്ട് ഒരു ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു കമ്മിറ്റി വെക്കാനും പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തൊരു ആർജവത്തെപ്പറ്റി പൊതുവിൽ അഭിപ്രായം വന്നിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് PK ശ്രീമതി ടീച്ചർ. സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും PK ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി. എനിക്ക് അഭിമാനം തോന്നുന്നു കേരളത്തിലെ ഈ സർക്കാരിനെ കുറിച്ച്. ഇന്ത്യയിൽ ഒരു സർക്കാരും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാനോ അതിന്റെ വെളിച്ചത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കാനോ ഇതിനു മുൻപ് ഒരിക്കലും ഒരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. തെറ്റുകാരായാലും തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി മുഖം നോക്കാതെ എടുക്കണം. തെറ്റുകാരെ സംരക്ഷിക്കുക എന്നത് CPM-ന്റെ നിലപാടല്ലെന്ന് കെ. രാധാകൃഷ്ണൻ MP. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കേണ്ട ആവശ്യം സർക്കാരിന് വന്നിട്ടില്ലെന്നും കെ. രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഒരു തെറ്റുകാരെയും സംരക്ഷിക്കുക എന്നുള്ള പാർട്ടിയുടെ നിലപാടല്ല. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പൂഴ്ത്തിവെക്കുന്ന പ്രശ്നമില്ല, പൂഴ്ത്തിവെക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാരിനെതിരായിട്ടുള്ള യാതൊരു കാര്യവും ഈ റിപ്പോർട്ടില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഗവൺമെന്റിന് വരുന്നില്ല. ആക്ഷേപം ആർക്കെതിരെ വന്നാലും അന്വേഷണം നടക്കുമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ. ഫലപ്രദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുമെന്നും അത് കേരളത്തിലെ സർക്കാരിന്റെ നിലപാടാണെന്നും S. സുദേവൻ പറഞ്ഞു. ഏത് കുറ്റകൃത്യമുണ്ടായാലും കേരളത്തിൽ ഫലപ്രദമായി അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിച്ച് കർശനമായ നിലപാട് സ്വീകരിക്കുന്ന LDF-ന്റെ നിലപാട് തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒട്ടേറെ ആളുകളുടെ പേരിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും ആക്ഷേപങ്ങളും പരാതികളും വന്നിട്ടുണ്ട്. ഏത് കാര്യങ്ങളാണെങ്കിലും പരാതികൾ അന്വേഷിക്കാൻ വിദഗ്ധമായ ടീം അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷണം പുറത്തു വരട്ടെ. താരസംഘടനയിലെ രാജി സ്വാഗതാർഹമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പണക്കൊഴുപ്പിന്റെയും ആൺഹുങ്കിന്റെയും പേരിൽ സംഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുവെന്നും ബിനോയ് വിശ്വം. കഴിഞ്ഞ കുറേ കാലമായി ഇരകളുടെ കണ്ണീര് വീഴുന്ന, വേട്ടക്കാർ അഴിഞ്ഞാടുന്ന ഒരു മേഖലയായി കുറേ കാലമായി തുടരുന്നു വന്നാണ്. അത് മലയാളത്തിൻ്റെ സാംസ്കാരിക മഹിമയ്ക്ക് ബഹുമാനമുണ്ടാക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വ്യക്തിപരമായി ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരാളുകളെയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സംഘടനകളിലും വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. നടപടിയെടുക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.